അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ നോളജ് ചെയ്യാനുള്ളത് എക്കോമോണിൻ്റെ BCTയെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ആ എക്കോമോണിന് തന്നെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട വലിയ പ്രൊജക്റ്റാണ് റെഡ് ഫോർട്ട് എന്നുള്ളത്. റെഡ് ഫോർട്ട് എന്നുള്ളത് ജാമിഅ ഫത്തൂഹ് യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലൊക്കെ പള്ളിയുണ്ടല്ലോ, നമുക്കറിയാം ജാമിഅ ഫത്തൂഹ്. ആ പള്ളിയുടെ നേരെ ചാരയാണ് ഈ റെഡ് ഫോർട്ട് നിലകൊള്ളുന്നത്. അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ഹബീബക്ക എന്നോട് കൂടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഹബീബക്ക നമ്മളോട് പറയും. എന്താണ് ഹബീബക്ക റെഡ് ഫോർട്ട്? അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ സാധാരണക്കാരില്ലാത്ത ആളുകൾക്കൊക്കെ അറിയാൻ താല്പര്യമുണ്ടാവും. ചിലപ്പോൾ ഇതിലൂടെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോൾ ഇതെന്താണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ റെഡ് ഫോർട്ട് പറഞ്ഞാൽ എന്താണ്? റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ മർക്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 10 മീറ്റർ ദൂരത്താണ് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് ബേസ്മെൻറ്റ് പ്ലസ് ഗ്രൗണ്ട് പ്ലസ് 6 ഫ്ലോർസിലാണ് വരുന്നത്. ഒരുവിധം എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മർക്കസ് യൂണിവേഴ്സിറ്റിനോട് ചേർന്നിട്ടല്ലേ ഈ പ്രൊജക്റ്റ് നിൽക്കുന്നത്. ഇപ്പോൾ മർക്കസ് യൂണിവേഴ്സിറ്റി അറിയാലോ, 125 ഏക്കേഴ്സിൽ പരന്നെടുക്കുന്ന വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ, എല്ലാ സംവിധാനങ്ങളുള്ള ഒരു പ്രൊജക്റ്റാണല്ലോ മർക്കസ് യൂണിവേഴ്സിറ്റി. അത് സംഭവമാണ് പള്ളി ജാമിഅ ഹോസ്പിറ്റൽ. അവർ നമുക്ക് ശരിക്കും സുബൈസ്കാർ എല്ലാ നിസ്കാര സെൻറ്ററിൽ ജസ്റ്റ് നടന്നു വന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഹോസ്പിറ്റലായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാം ഇതിനോട് ചേർന്നിട്ടാണ് ചുറ്റുവട്ടത്തുള്ളത്. അത് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് താമസിക്കാനാവാം, റെൻറ്റിന് കൊടുക്കാനാവാം. കാരണം രണ്ട് ഓപ്ഷൻസൊക്കെ വളരെയധികം കൂടുതലാണ് അതിൽ. കുറേ സംഗതികൾ ഇതിനോട് ചേർന്നുണ്ട്. അതിൽ വരുന്നത് ഏരിയ അല്ലെ വരുന്നത് 1 BHK വരുന്നുണ്ട്, 2 BHK വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് അതിൽ 677 സ്ക്വയർ ഫീറ്റിലുള്ള 1 BHK മുതൽ 1150 സ്ക്വയർ ഫീറ്റിന് 2 BHK വരെയാണ് ഇതിൽ വരുന്നത്. അത് ഇപ്പോഴും മേടിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരികയാണെങ്കിൽ, നിങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് മേടിക്കാൻ കഴിയും തീർച്ചയായും. കാരണം വെച്ചാൽ നമ്മൾ അത് തന്നെയാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് തോളോട് തോൾ ചേർന്ന് നിൽക്കാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പ്രൊജക്റ്റാണിത്. അപ്പം മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമില്ല, ഒരിക്കലും നഷ്ടമല്ല. കാരണം വെച്ചാൽ അവർക്ക് അത്രയും പ്രൈവസി, അതിൻ്റെ വേറെ അട്രാക്ഷനാണ് സമാധാനത്തോടുകൂടി നിൽക്കാന്നുള്ളത്. കാരണം പ്രൈവസി നല്ലതുപോലെ ഉണ്ടാവും. ചെറിയൊരു പിന്നെ ഒരു 7 നിലൻ്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് അതിനനുസരിച്ച് ആളുകളുണ്ടാവുക. അതിൽ അത്യാവശ്യം എമ്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. ഈ മേടിച്ചാൾക്ക് താമസിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് റെൻ്റ് ഔട്ട് ചെയ്യുക, അതെല്ലാം എന്തെങ്കിലും മറിച്ച് വെക്കുന്നത് അത് നോർമലി കസ്റ്റമറിൻ്റെ ചോയ്സാണ് അത് എന്ത് ചെയ്യണമെന്നുള്ളത്. യൂണിവേഴ്സിറ്റിയോട് അടുത്തന്നെ ഒരുപാട് ആളുകൾ ഈ ഫ്ലാറ്റുകളും വീടുകളൊക്കെ വാങ്ങി താമസിക്കുന്ന ആളുകളുണ്ട്, താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശരിയല്ലാതെ അത് വലിയ സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം അത് നോളജ് സിറ്റീനോട് ചേർന്നിട്ടാണ് നിൽക്കുന്ന സംഭവമാണത്. നോളജ് സിറ്റീൻ്റെ എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പ്രൈവസി പറഞ്ഞില്ലേ, നോളജ് സിറ്റിയുടെ എല്ലാ തിരക്കിൽ നിന്നും കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എടുക്കുന്ന പ്രൊജക്റ്റാണ് ഇത് വരുന്നത്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നേരെ കാണുന്നത് മസ്ജിദാണ്. അഞ്ചാമത്തെ വണ്ടി പോകാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒന്നും നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇതൊരു അത്രയും വലിയ സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ ജാമ്യനോട് ചാരിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതെ റെഡ് ഫോർട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ പ്രീ ലോഞ്ചിങ് സമയത്തുള്ളതാണ്. നല്ല നല്ല അട്രാക്റ്റീവായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഭിമുഖാനെ കിട്ടും, സംസാരിക്കൽ മാത്രമല്ല നിർബന്ധമായി ഇവിടെ വരുന്ന ആളുകൾ അത് പോയി കാണണം. ഇവിടെ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായും ഒന്ന് കാണാതെ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം. ആവശ്യക്കാർക്ക് മേടിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മറിച്ച് വയ്ക്കുക, താമസിക്കുക, റെന്റിന് കൊടുക്കുക, ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. താല്പര്യമുള്ളവർ വരിക, ബന്ധപ്പെടുക. തീർച്ചയായും ഇൻഷാ അല്ലാഹ്. സംസാരിച്ച് കണ്ടതിൽ സന്തോഷം, സംസാരിച്ച സന്തോഷം. അതുപോലെ തിരിച്ചങ്ങോട്ടും തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.